കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിച്ച ചാഴിക്കാടൻ വിജയപ്രതീക്ഷയിലാണ്. ഒപ്പം UDFിൻ്റെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജും. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് മാത്രമാണ് വിജയപ്രതീക്ഷ ഇല്ലാത്തത്. എന്നാൽ തുഷാർ ആരുടെ വോട്ട് അപഹരിക്കും എന്ന ചിന്തയിലാണ് ഇരു മുന്നണികളിൽ. ഒരു കാലത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അടിത്തറ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഈഴവ സമൂഹമായിരുന്നു. അവരുടെ പുറത്താണ് പാർട്ടി കെട്ടി ഉയർത്തിയിട്ടുള്ളത്. എന്നാൽ കാലം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഈഴവരിൽ ധാരാളം പ്രമാണിമാർ പുതുതായി ഉയർന്നു വന്നു. പണവും പ്രതാപവും കൈവന്നപ്പോൾ അവർ സവർണ ഈഴവരായി. അതായത് ഈഴവരിലെ ക്രിമിലെയർ അവർ പതുക്കെ കോൺഗ്രസിലേക്ക് ചുവടുവെച്ചു. ഇടയ്ക്ക് 80കളിൽ RSP എന്ന ഒരു രാഷ്ട്രീയ സംഘടന തന്നെ അവരുണ്ടാക്കി. അതിൻ്റെ സൂത്രധാരകൻ മറ്റാരുമായിരുന്നില്ല, K. കരുണാകരൻ തന്നെയായിരുന്നു. പിന്നീട് അതിനെ ഇല്ലാതാക്കി കോൺഗ്രസിൽ ലയിപ്പിച്ചതും ഇതേ കരുണാകരൻ തന്നെ. സത്യത്തിൽ ഈ വിഭാഗത്തിൽപ്പെടുന്ന ഈഴവരാണ് ഇന്ന് SNDP യോഗത്തെ ശക്തമായി നിർത്തുന്നത്. പ്രാദേശികമായ എല്ലാ ശാഖകളിലും ഇവർ പ്രധാന സ്ഥാനത്തിരിക്കുന്നു. എത്രയും പറഞ്ഞത് കോട്ടയത്തെ ഒരു പൊതുസ്ഥിതി മനസ്സിലാക്കാനാണ്. തുഷാർ കളത്തിലിറങ്ങിയത് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർബന്ധം മൂലമാണ്. ഒക്കെ ശരിയാ, അത് വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഒരു സമയത്ത് തുറന്നു പറഞ്ഞതാണ്. ആലപ്പുഴ, ആറ്റിങ്ങൽ, കൊല്ലം, ചാലക്കുടി, ഇടുക്കി മണ്ഡലങ്ങളായിരുന്നു തുഷാറിൻ്റെ ഇഷ്ടമണ്ഡലങ്ങൾ. പക്ഷേ ആറ്റിങ്ങലിൽ മുരളീധരൻ പണ്ടേ നോട്ടമിട്ടിരുന്നു. മാത്രമല്ല, വെള്ളാപ്പള്ളിക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇവിടെ പിണറായിയുടെ സഹായം ആവശ്യമാണ്. ഇവിടെ BJPയുടെ സഹായമല്ല, അതിലുപരി പിണറായിയുടെ സഹായമാണ് കേരളത്തിൽ വെള്ളാപ്പള്ളി ആഗ്രഹിക്കുന്നതും. വെള്ളാപ്പള്ളിക്ക് അതുണ്ടെങ്കിലേ പറ്റൂ. CPM ആകട്ടെ വോട്ട് മുഴുവൻ സമാഹരിച്ച് ചിഹ്നം നിലനിർത്താനുള്ള നെട്ടോട്ടത്തിലുമായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. CPM ചിഹ്നത്തിൽ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ തുഷാർ മത്സരിക്കേണ്ടെന്ന തീരുമാനം അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. കാരണം അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. കാരണം CPM മത്സരിക്കുന്ന മണ്ഡലത്തിൽ തുഷാർ മത്സരിച്ചാൽ ആ ഈഴവ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഈഴവ സമൂഹത്തിൻ്റെ മുഴുവൻ വോട്ടുകളും അത് തുഷാറിൻ്റെ പെട്ടിയിൽ വീഴും. അങ്ങനെ ആ വോട്ടുകൾ ഇടതുമുന്നണിക്ക് ചോർന്നു പോവുകയും ചെയ്യും. അങ്ങനെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജയിക്കുകയുമില്ല. അങ്ങനെയാണ് കോട്ടയത്തിന് പ്രസക്തി വന്നത്. മുന്നണിയിൽ കമ്മ്യൂണിസ്റ്റുകാരനല്ലാതെ മത്സരിക്കുന്ന ഏകയാൾ ചാഴിക്കാടനാണ്. എങ്കിൽ പിന്നെ അവിടെ ആകട്ടെ എന്ന് ആരൊക്കെയോ തീരുമാനിച്ചു. ഇവിടെയാണ് മന്ത്രി വാസവൻ പഴി കേൾക്കുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന ചാഴിക്കാടന് വേണ്ടി വാസവൻ വേണ്ടവണ്ണം പ്രവർത്തിച്ചില്ല എന്ന് അന്തരീക്ഷത്തിൽ ഉയർന്നു വരാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറേയായി. കൊട്ടിക്കലാശത്തിന് വാസവൻ പങ്കെടുക്കാതിരുന്നപ്പോഴാണ് അത് വാർത്തയും ചർച്ചയും ഒക്കെ ആയത്. ആദ്യം മുതലേ എതിർ സ്ഥാനാർത്ഥികളെ തുറന്നു കാണിക്കുന്നതിൽ ഇടതുമുന്നണി നേതൃത്വം പരാജയപ്പെട്ടുവെന്ന് വലിയ രീതിയിൽ കോട്ടയത്ത് ആക്ഷേപമുണ്ട്. കോൺഗ്രസിലെ തന്നെ പലരും അടക്കം പറയുന്നുമുണ്ട്. എന്നാൽ ജയിച്ചാൽ തങ്ങളുടെ മിടുക്ക്, തോറ്റാൽ അത് മാണി ഗ്രൂപ്പിൻ്റെ കുഴപ്പം എന്ന ശൈലിയിലായിരുന്നു CPMൻ്റെ പുറപ്പാടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണ്ടെത്തിയത്. സഖികെട്ട് UDF മുന്നണിയിൽ നിന്ന് തന്നെ അവരുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഉയർന്നു വന്ന മൗറീഷ്യസ് ബാങ്ക് ബന്ധവും സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിപ്പും കള്ളപ്പണ ഇടപാടും CPM വേണ്ട വിധം ഉപയോഗിച്ചില്ലെന്ന ഗുരുതരമായ ആക്ഷേപവും കോട്ടയത്ത് നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിക്കാരനെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ ശേഖരിച്ചിരുന്നു. അതിനെപ്പറ്റി CPM നേതാക്കളോട് ചോദിച്ചപ്പോൾ അവർ ഒരക്ഷരം മിണ്ടാതെ മാറി നിന്നു. മറ്റൊരു മണ്ഡലത്തിൽ ഇതുപോലെ ഒരു അവസരം കിട്ടിയിരുന്നുവെങ്കിൽ, അതായത് എതിർ സ്ഥാനാർത്ഥിയുടെ ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നുവെങ്കിൽ CPM അത് വെച്ച് ആഘോഷിക്കുകയില്ലായിരുന്നോ എന്നാണ് മുന്നണിയിൽ തന്നെയുള്ള ചില നേതാക്കൾ ചോദിക്കുന്നത്. ബോധപൂർവം ഒരു ഉത്സാഹക്കുറവ് പ്രചാരണത്തിൽ മൊത്തത്തിൽ കേരള കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഇടതുമുന്നണിക്കാർ മാത്രമല്ല, UDFകാരും അത് തിരിച്ചറിയുന്നു, അത് സംശയിക്കുന്നു. ഇനി അറിയേണ്ടത് ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം നിൽക്കുകയും CPM ചെയ്തോ എന്നാണ്. അങ്ങനെ ഒരു സംശയമാണ് അവിടെ പലരും ഉയർത്തുന്നത്. വാസവൻ ഈ രീതിയിലുള്ള പഴി കേൾക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ ജോസ് കെ മാണിയുടെ തോൽവി ഉറപ്പിച്ചത് വാസവനാണെന്ന് അന്നേ സംസാരമുണ്ടായിരുന്നു. ജോസ് ജയിച്ചാൽ ജില്ലയിലെ 1ാം മന്ത്രി ജോസ് ആയിരിക്കും. ഘടകകക്ഷി നേതാവല്ലേ. വാസവന് ഒരുപക്ഷെ 2ാം മന്ത്രിക്കുള്ള ചാൻസ് പോലും ഉണ്ടാകില്ല. അതൊഴിവാക്കാൻ പണ്ട് കടനാട് പള്ളിക്ക് ഉത്തരം ചുവന്ന പോലെ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചെന്ന ആക്ഷേപം അന്നും വാസവൻ കേട്ടിരുന്നു. ജോസിനൊപ്പം പ്രവർത്തിച്ച CPM പ്രവർത്തകരുടെ മുഴുവൻ വോട്ടും ജോസിൻ്റെ പെട്ടിയിൽ അന്ന് വീണില്ല. അത് വീണിരുന്നുവെങ്കിൽ ജോസ് അവിടെ ജയിച്ചേനെ. സത്യത്തിൽ മാണി ഗ്രൂപ്പിനെ LDF മുന്നണിയിൽ കൊണ്ടുവന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈയെടുത്താണ്. വാസവൻ അതിൽ വലിയ പങ്കൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ വാസവനാണ് കിട്ടിയത്. പണിയെടുത്തവർ ആരെന്ന് ഇന്നും അജ്ഞാതമാണ്. എന്നിട്ടും വാസവൻ ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ കളിക്കുന്നതിൽ മാണി ഗ്രൂപ്പിന് ശക്തമായ അമർഷമുണ്ട്. അവർക്കത് സംശയവുമുണ്ട്. ചാഴിക്കാടൻ വിജയിച്ചു കഴിയുമ്പോൾ അത് നമ്മുടെ കഴിവാണെന്ന് പറഞ്ഞ ആരും
വരണ്ട എന്ന് മാണി ഗ്രൂപ്പിലെ സാധാരണ പ്രവർത്തകർ തന്നെ ഇപ്പോൾ പരസ്യമായി പറയാൻ തുടങ്ങി. പണ്ട് കാലങ്ങളിൽ CPM കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ബലമായിരുന്നു, ഏത് കക്ഷിക്കായാലും. അതായിരുന്നു CPMൻ്റെ വിശ്വാസ്യത. ഇന്ന് അത് മാറി വാസവന്മാരുടെ കൂടാരമായി CPM മാറിക്കഴിഞ്ഞു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത്. വാസവന്മാരെ വിശ്വസിച്ച് ഘടകകക്ഷികൾക്ക് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങാനാവാത്ത അവസ്ഥയായി. വാസവൻ്റെ മണ്ഡലത്തിൽ തന്നെ തിരുവാർപ്പ്, കുമരകം, ആർപ്പൂക്കര, അയമനം പഞ്ചായത്തുകളിൽ ഈഴവ CPM വോട്ടുകൾ കൂട്ടത്തോടെ തുഷാറിന് മറിഞ്ഞുവെന്നാണ് അങ്ങാടിപ്പാട്ട്. അങ്ങനെ CPMൻ്റെ അടിസ്ഥാന വർഗം കൈവിട്ടു പോയാൽ ആ പാർട്ടിയുടെ അടിത്തറയാണ് തകരുന്നത്. CPMനോടുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ, അതായത് മാണി ഗ്രൂപ്പിൻ്റെ വിശ്വാസ്യതയും അതോടുകൂടി തീരും. 99 നിയമസഭാ സീറ്റിൽ പലതിലും 5000-ൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സംസ്ഥാനത്ത് പലരും ജയിച്ചു കയറിയത്. ഈ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ കേരള കോൺഗ്രസിൻ്റെ പങ്ക് കാണാതെ പോകരുത്. ജോസ് കെ മാണിക്ക് നൽകിയ ട്രീറ്റ്മെൻറ്റാണ് ചാഴിക്കാടന് ലഭിച്ചതെങ്കിൽ അത് CPMന് ഭാവിയിൽ വൻ നഷ്ടം തന്നെ വരുത്തി വയ്ക്കും. കോട്ടയത്ത് മാത്രമല്ല, ഈ സമീപ ജില്ലകളിലും അവർക്ക് സ്വാധീനമുള്ള, മാണി ഗ്രൂപ്പിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ നിറമങ്ങിയ ചെങ്കൊടിയുമായി നടക്കുന്ന CPIക്ക് ഇക്കാര്യത്തിൽ ഒരു സംഭാവനയും ഇനി ചെയ്യാൻ കഴിയുമെന്ന് കരുതേണ്ട. പലരും ഈ വിവരം CPM നേതൃത്വത്തെ പല രീതിയിൽ അറിയിച്ചിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. അവരും അനങ്ങാപ്പാറ നയം സ്വീകരിച്ചുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇക്കണക്കിന് ഇവരെങ്ങനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടുമെന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നവൻ്റെ രാപ്പനി കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചാൽ കേരളം ഒരു ബംഗാൾ, ത്രിപുര ആകാതെ കൈപ്പിടിയിലിരിക്കും. പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ലെന്ന് ഉള്ളൊരു പഴമൊഴി നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പഴമൊഴിയായിരിക്കും ഇവിടെ യാഥാർത്ഥ്യമാവുക.